ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും കാലം മടി പിടിച്ചുകൊണ്ട് ഷോർട്സ് മാത്രം ഇട്ടിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഇനി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറീൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതാക്കിയാലും ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ കാലമായിട്ട് പണ്ട് തൊട്ടിട്ടേ പറയുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഒരാളും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ ആക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതാരും മറക്കരുത്. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരിക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇവിടെ ഞാനിതാ ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തതാണ്. ഇപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കിടന്നിങ്ങനെ മൊരിയുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, സബോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ സബോള എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ, ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ടല്ല കട്ട് ചെയ്യുക. ഒരു സബോള എടുത്തിട്ട് 2 കഷ്ണമാക്കുക, പകുതിയാക്കുക. എന്നിട്ട് അത് വീണ്ടും ഒരു 3-4 കഷ്ണമാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോരും. അതേപോലെ തന്നെ തക്കാളിയും ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി വേണം, ക്യാപ്സിക്കം. പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ഇന്ന് ഞാൻ ഇതിലിടുന്നില്ല. ക്യാപ്സിക്കം ഉണ്ടെങ്കിലും ക്യൂബ്സായി കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇഞ്ചി ചതച്ചതും വേണം. ഇത്രയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിയുന്നുണ്ട്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ സെറ്റാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ച് മറിച്ചിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ അത് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ എടുത്ത് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ പൊരിക്കാൻ ഉപയോഗിച്ച ഓയിലുണ്ടല്ലോ, അതേ സെയിം ഓയിൽ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ഓയിലിനുള്ളപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ പൊരിച്ച ഓയിൽ കുറേ ബാക്കിയുണ്ടെങ്കിൽ അത്രയും എടുക്കണ്ട. നിങ്ങൾക്ക് ആവശ്യത്തിന് ഓയിൽ എടുക്കാം, ബാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ പൊരിച്ചത് കറക്റ്റ് ആയിരുന്നു എനിക്ക്, അതുകൊണ്ട് ഞാനത് ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ സവോള ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തത്. ഇത് ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ, അപ്പോഴേ ആ ഒരു കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ക്യാപ്സിക്കത്തിൻ്റെ കാര്യവും പറഞ്ഞു, അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കണം. ഞാനിതിൽ ക്യാപ്സിക്കം ഇടുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ഇച്ചിരി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിൻ്റെ പേസ്റ്റാണ്. ഇഞ്ചി പേസ്റ്റ് ഇവിടെ അരച്ച് വെച്ച പേസ്റ്റാണ്. എല്ലാം ഇനി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും സബോളയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. തക്കാളിയും നമ്മൾ ക്യൂബ് സെറ്റിനായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ഒരു 2 വലിയ തക്കാളി കേട്ടോ. സബോള ഒരു 3-4 വലിയ സബോള എടുത്തുണ്ടാവും. തക്കാളി ഒരു 2 തക്കാളി. ഓക്കെ, ഞാൻ നേരത്തെ കണക്ക് പറയാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ 2 തക്കാളി നല്ല വലുതാക്കി കട്ട് ചെയ്താണ്. എന്നിട്ട് ഈ തക്കാളി വഴണ്ടി വരുമ്പോഴാണ് നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് അതിൽ കാണിക്കുന്നില്ല. നിങ്ങൾ നന്നായിട്ട് തക്കാളി വഴണ്ടി വരുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതപ്പോൾ എൻ്റെ സബോളയും തക്കാളിയും ക്യാപ്സിക്കവും വഴണ്ടി വരേണ്ട ടൈമായി. ക്യാപ്സിക്കം ഇട്ടിട്ട് അധികം വഴറ്റേണ്ടി വരില്ല, കുറച്ച് നേരം വഴറ്റിയാൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന പൊടികളാണ് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി പൊടികൾ ഇട്ടതാണ്. അതുകൊണ്ട് നമുക്ക് മസാലയിൽ കുറച്ച് പൊടികൾ മതി. അപ്പോൾ നമ്മൾ ചിക്കനിലിട്ട് അതേ പൊടികൾ തന്നെ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ നമ്മൾ മസാല തേക്കാൻ എന്തൊക്കെയാണ്, ചിക്കനിൽ മസാല തേക്കാൻ എന്തൊക്കെ പൊടികളാണിട്ട് അതെല്ലാം നമുക്ക് ഗ്രേവിയിലേക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോ പൊടികളായിട്ടിട്ട്
അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടു. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം വഴറ്റിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ക്യാപ്സിക്കം ഇടാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇത് ആഡ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ഓർ സോസ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്തെങ്കിലും ഒന്ന് ടൊമാറ്റോൻ്റെ കെച്ചപ്പോ സോസ് എന്തായാലും കുഴപ്പമില്ല ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയൊരു ടേബിൾ സ്പൂൺ കണക്കിന് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ഒഴിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ ഒരു കറി എന്തായാലും. അപ്പോൾ അതൊഴിച്ചു. പിന്നെ വേണ്ടത് ഡാർക്ക് സോയാ സോസാണേ. അത് 2 ടൈപ്പ് വരുന്നുണ്ട്. അത് ഡാർക്ക് സോയ സോസ് ഒരു കുറച്ച് മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മതി. കാരണം അതിന് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഡാർക്ക് സോയസ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാനാകെ ഉപ്പ് ആ സബോള വഴറ്റുമ്പോൾ ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. വേറെ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. കാരണം നമ്മൾ ഈ സോയ സോസ് ഒഴിക്കുമ്പോൾ അതിലുപ്പ് വരും. പിന്നെ നമ്മൾ വേറൊരു സാധനം കൂടി ഇടുന്നുണ്ട്. അതായത് ഇത് ചിക്കൻ ക്യൂബ്, മാഗി ക്യൂബ് എന്നൊക്കെ പറയുന്ന ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബാണ്. അതും നമ്മൾ ഒരു ക്യൂബ് എടുത്ത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലും സോയാ സോസിലും ഒക്കെ ഉപ്പുണ്ടായതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പം നോക്കിയിട്ട് ഇടാം. ഞാൻ ഇതുവരെയായിട്ട് ഉപ്പിട്ടിട്ടില്ല. ആ ഫസ്റ്റ് ആ ഉള്ളി വാട്ടുമ്പോൾ ഇട്ട കുറച്ച് ഉപ്പാണ്. പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ല. കാരണം ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് വരും. ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ, നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ആ ഓയിലും കൂടി ഞാൻ അതിലുണ്ടായിരുന്ന ഓയിലും അതിലേക്ക് തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാണ്. അപ്പോൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓപ്സ്, ഒരു പീസ് അങ്ങോട്ട് പുറത്ത് പോയി, സാരില്ല, അതവിടെ കിടക്കട്ടെ. നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ആ നമ്മൾ സവോളയിലും തക്കാളിയിലും ഒക്കെ കിടക്കുന്നത് നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ നമുക്കിത് ഭയങ്കര ഡ്രൈ ആയിട്ട് അപ്പം നിൽക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ചിക്കനിൽ വെള്ളം ഇറങ്ങാനൊന്നുമില്ല. സാധാരണ നമ്മൾ ചിക്കൻ പൊരിച്ചതുകൊണ്ട് നമുക്ക് ഇനി ചിക്കനിൽ വെള്ളം ഇറങ്ങുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചിക്കനൊന്ന് അതിൽ കിടന്ന് ഒന്ന് സെറ്റാൻ വേണ്ടി. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ മതി, നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട. പക്ഷേ ഞാൻ നെയ്ച്ചോറിലേക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഗ്രേവി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് വേവിക്കാനല്ല, ചിക്കൻ വെന്ത് കഴിഞ്ഞതാണ് ഓൾറെഡി. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാനതൊന്നൊരു ചെറിയൊരു ഗ്രേവി, ഓവർ ഗ്രേവി എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് അല്ലി നന്നായിട്ട് കഴുകി ജസ്റ്റ് ചതച്ചതാണ്. ഇതല്ല, പേസ്റ്റല്ല, ഞാൻ ചതച്ചിട്ടാണ് വെളുത്തുള്ളി ഇടാറ്. നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് ചതച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇട്ടു. ഞാൻ ഈ കാണിക്കുന്ന ടൈം മാത്രം കേട്ടോ. ഇത്രയും ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതോടെ നമ്മുടെ ചിക്കൻ്റെ പണികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു പിടി മല്ലിച്ചപ്പ്. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ ഹാൻഡ് കേട്ടോ. അത് മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കാം. അതോടെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഒരു ടൈപ്പ് ചിക്കൻ ഗ്രേവി ഇല്ലാത്തൊരു നല്ലൊരു അടിപൊളി കറിയാണ്. നെയ്ച്ചോറ്, ചപ്പാത്തി, നമ്മുടെ കണ്ണുവച്ച പത്തിരിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട്. പൂരിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിത് ഇവിടെ നെയ്ച്ചോറാണ് ഇപ്പോൾ ഇതിലേക്ക് കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ കുറേ കാലം മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി കണ്ട് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കണം. കറി സൂപ്പറാണ്. നിങ്ങൾക്ക് രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റി സംഭവമാണ്, ടിഫിനിലൊക്കെ കൊടുക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും. അങ്ങനെ കേട്ടോ. ഇപ്പോൾ സെറ്റ് ഇളകല്ല കേട്ടോ. ട്രൈപ്പോഡ് അടിഞ്ഞിക്ക്. ഓക്കെ, വീഡിയോ സ്റ്റാർട്ടാണേ. ഇളകരുതേ. ഹായ് ഫ്രണ്ട്സ്, അസ്ലാം നടന്നട്ടോ. സൺ കിസസ് റെഡി 1 2 3 സ്റ്റാർട്ടേ. ഇത് ഫസ്റ്റ് തൊട്ടിട്ടാണേ. സൂര്യ എന്തിനാ അങ്ങനെയൊക്കെ വീട്ടിൽ ഇപ്പോൾ അവിടെ കുറച്ച് പൊന്തിക്ക്. അല്ല, മൊബൈൽ പൊക്ക്. ആ ഓക്കെ, അങ്ങനെ നോട്ടോ കേട്ടോ. കേൾക്കല്ലേ? ഓക്കെ, വീണ്ടും ടെസ്റ്റ് ആവുള്ളൂ കേട്ടോ. അയ്യേ, ഇത് വേണ്ടത് ജൈൻഡ് സെറ്റ്. ഇളകരുതിട്ടോ, ഇളക്കണട്ടോ. ഇളകല്ലേ ചിക്കു, പ്ലീസ്. റോഡൊക്കെ കാണുന്നുണ്ട്, നായൊക്കെ വരുന്നുണ്ട്. എടാ വീടാണ് കാങ്ങണ, അടിഭാഗാണ് കാങ്ങണ. പൊക്കടാ ഇങ്ങനെടാ.
ഇതിപ്പോ എടാ മാവാണ് കാത്ത്. ആ ബസ് സ്റ്റോപ്പ്. ഇനി ഇളകണ്ട, അവിടെ നിന്നോ. ഓക്കെ, ക്യാമറ താന്ന് 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 എനിക്ക് കാണണ്ട, ഞാനല്ലേ വീഡിയോ എടുക്കണേ. ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.